വീട് ഇങ്ങനെ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. കടബാധ്യതയാവും, സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നമാവും, കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. ഈ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് ഒരു 5-2 കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ സാമ്പത്തികം കുറയുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നിലേക്ക് കടങ്ങൾ വരാൻ തുടങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഫെങ്ഷി പ്രകാരം സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങൾ, വാസ്തുവിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ട്, ഫെങ്ഷുവിലും പ്രശ്നം ഉണ്ടാവാനുള്ള കാര്യമാണ്. ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറയാം. ഇതെല്ലാം ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇപ്പൊ ചിലർ വീടിന്റെ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്ക് അറിയാൻ വയ്യാതാണ് പറയുന്നത്. ദിക്ക് അറിയാൻ വയ്യാതെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് വലത്ത് സൈഡിൽ നിന്നതാണ്, ഇടത്ത് സൈഡിൽ നിന്നതാണ് ദിക്ക് എന്ന് ചോദിച്ചാൽ ദിക്ക് അറിയില്ല. ദിക്ക് അറിയാതെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ഇതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം 8 ദിക്കുകൾ ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതില് നിങ്ങളുടെ വീടിനെ ഇങ്ങനെ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് കരുതുക. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ പോലും ചിലർക്ക് അറിയില്ല, അതൊരാളിനെ കുറ്റപ്പെടുത്തുകയല്ല. മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേർന്ന ഈ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഈ ഒരു മൂല നിങ്ങളുടെ വീടിന് എടുക്കുമ്പോൾ ഇത്രയും സ്ഥലം നിങ്ങൾക്കില്ല എങ്കിൽ ഇതിനെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കും. അപ്പൊ ഈ മിസ്സിംഗ് ഏരിയ ഏത് ദിക്കിലെന്ന് ചോദിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറിലാണ് മിസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് മിസ്സിംഗ് ഏരിയ. അപ്പൊ നിങ്ങളുടെ വീട് ഇങ്ങനെ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. നിങ്ങൾക്ക് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇവിടെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഇത് വസ്തു തന്നെയാണ്, ഞാനിപ്പോൾ ഔട്ടറിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്ന വസ്തുവാണ്. ഈ വസ്തുവിന്റെ കന്നിമൂലയിലാണോ നിങ്ങളുടെ ഗേറ്റ് എന്ന് നോക്കുക. അപ്പൊ ഇവര് പറയുന്ന അടുത്തൊരു പോയിന്റ് ഉണ്ട്, ഇല്ല സാറേ കന്നിമൂലയിലില്ല, ഇവിടെ നിന്നിട്ട് ഒരു 5 അടി മാറിയിട്ടാണ് ഇവരുടെ ഗേറ്റ് എന്ന് പറയും. അപ്പം ഇത് ഒരു 10 സെന്റ് ഉള്ള പറമ്പാണെന്ന് വെച്ചോ, ഈ 10 സെന്റിലാണെങ്കിൽ ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇത്രയും വരുന്ന സ്ഥലമാണ് ഇവരുടെ കന്നിമൂല എന്ന് പറയുന്നത്, ഇത്രയും വരുന്ന സ്ഥലം. അപ്പൊ ഈ 5 അടി മാറിയിട്ട് നിൽക്കുന്ന ഈ ഗേറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? എവിടെ കന്നി എന്ന് പറയുന്നത് 45 ഡിഗ്രിക്ക് അകത്താണ്. ഇതവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ കന്നിയിൽ തന്നെയാണ് അവരുടെ ഗേറ്റ് നിൽക്കുന്നത്. അവർ പറയുന്നത് എന്താണ്, മൂലയിലല്ല എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കന്നിയിൽ തന്നെയാണ് ഗേറ്റ് നിൽക്കുമ്പോൾ വീട്ടിൽ പൈസ നിൽക്കത്തില്ല, എന്നാലും നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. കന്നിയിലെങ്ങും കുഴപ്പമില്ല സാറേ എന്ന് പറയും. നമ്മുടെ കാർ പോർച്ച് നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറാണ്. അവരുടെ കാർ പോർച്ച് എങ്ങനെ നിൽക്കുന്നത്, ഇവർ പറയുന്നത് ഇവിടെ കന്നിയിലെ ബെഡ്റൂം ഇതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇവർ ഇങ്ങോട്ട് 2 പില്ലറുകൾ ഉപയോഗിച്ച് ഒരു കാർ പോർച്ച് പണിഞ്ഞു. ഇത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തതായിക്കോട്ടെ, നിങ്ങൾ 2 പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്തതായിക്കോട്ടെ, വീട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഇറക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കന്നിമൂല പോയിട്ടുണ്ട്. അപ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ടു പോയാലും വീട്ടിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അത് പിന്നെ വലിയ കടബാധ്യതയിലേക്ക് പോകും. ഒരുപാട് വീടുകൾ അറിയാം. ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ചോദിച്ചിട്ടല്ല അങ്ങോട്ട് പറയുന്നത്, അവിടെ വീട് ചെന്ന് കണ്ടിട്ട് അവിടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. ഇത് വാസ്തുവിന്റെ 1-2 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴത്തെ ഇതിൽ 1-2 കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഫെങ്ഷു പ്രകാരം സംഭവിക്കാവുന്ന 2-3 കാര്യങ്ങൾ പറയാം. ഫെങ്ഷു പ്രകാരം സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈ 45 ഡിഗ്രിക്ക് അകത്ത് ഇതിന്റെ വീട്ടിന്റെ ഉള്ളിലോ വീടിന്റെ പുറത്തോ, വീടിന്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ മൂലിക്കുന്ന വരണമെന്നില്ല, ഇവിടെ വന്നാലും മതി. ഇതിനകത്ത് എവിടെ വന്നാലും ഈ 45 ഡിഗ്രിക്ക് എവിടെ ടോയ്ലറ്റ് വന്നാലും കടബാധ്യത ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സാറേ തെക്ക് കിഴക്ക് എനിക്ക് ഒരു പ്രശ്നവുമില്ല, അവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല, എന്റെ സെപ്റ്റിക് ടാങ്ക് ഇവിടെയാണ് സാറേ, തെക്ക് കിഴക്ക് ഭാഗത്താണ്, മതി. കടബാധ്യതയാവും, സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നമാവും, കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. അത് വിവാഹത്തിലാവാം, അവരുടെ സമ്പത്തിലാവാം, അവരുടെ തൊഴിലിലാവാം, അവരുടെ വിദ്യാഭ്യാസത്തിലാവാം. കാരണം മൂത്ത പെൺകുട്ടിയുടെ ഏരിയ എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് കോർണറാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ സാറേ മൂത്ത മകന്റെ ഏരിയ എവിടെയാണ്? ഈസ്റ്റിലാണ്. ഒരു വീടിൽ കിഴക്ക് ഭാഗമാണ് ആ കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിയുടെ ഏരിയയാണ്. സാറേ എൻ്റെത് മൂത്തത് മകളാണ്, ഇളയതാണ് മോനാണ്. അപ്പൊ ഏത് ദിക്ക് ബാധിക്കും? മകന്റെ ദിക്കല്ലെന്നല്ലേ പറഞ്ഞത്, ഈസ്റ്റ് ബാധിക്കും. സാറേ എൻ്റെ മകൻ മൂത്തതും മകൾ ഇളയതുമാണ്, അങ്ങനെയാണെങ്കിൽ ഏത് ദിക്ക് ബാധിക്കും? അവിടെയും ഇത് തന്നെയാണ് മകളുടെ ഏരിയ. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ വരുന്ന
പ്രശ്നങ്ങൾ കുടുംബത്തിലെ പെൺകുട്ടിയെ ബാധിക്കും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും, സ്ത്രീകൾക്ക് രോഗം ഉണ്ടാക്കും, കടബാധ്യതയിലേക്ക് കൊണ്ടുപോകും. അവിടെ സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. സാറേ അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല, അവിടെ എൻ്റെ ബോർവെല്ലാണ്, ഇത് തന്നെ അവസ്ഥ. സാർ അവിടെ എൻ്റെ കിണറാണ്, ഇത് തന്നെ അവസ്ഥ. ഇവിടെ എൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയാണ്, അപ്പോഴും ഇവിടെ തന്നെ. സാറേ അവിടെ ഇതൊന്നുമല്ല, നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ഒരു ടാങ്ക് ചെയ്തിട്ടാണ്. അതിൻ്റെ അവസ്ഥ തന്നെ. അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴിയോ വെള്ളമോ വരാൻ പാടില്ല. അത് നല്ല വെള്ളമായാലും വേസ്റ്റ് വെള്ളമായാലും നിങ്ങളെ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് ബാധിക്കും. ഈ കാരണങ്ങൾ ഒന്നും നമ്മുടെ വീട്ടിലില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കടബാധ്യതയാണ്. എന്താ സാറേ എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ വീടിൽ നിങ്ങൾ ഈ ദിക്കിലൊരു മുറിയിലാണ് കിടക്കുന്നത് എന്ന് കരുതുക. ഇത് വടക്കു പടിഞ്ഞാറാണ്. ഇവിടെ കിടക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊരു ഫ്ലൈങ് സ്റ്റാറിന്റെ ഫെങ്ഷുയുടെ ഒരു അഡ്വാൻസ് തിയറിയാണ്. ഈ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട്. അത് എല്ലാ വീടിനുണ്ട്, ലോകത്തുള്ള എല്ലാ വീടിനുണ്ട്. ചൈനയിൽ വെച്ച വീട്ടിലുണ്ട്, ഇന്ത്യയിൽ വെച്ച വീട്ടിലുണ്ട്, ദുബൈയിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ലോകത്തെല്ലായിടത്തും ഫെങ്ഷുയി അവർ ചെയ്യുന്നുണ്ട്. ചൈനയും ദുബൈയും അതുപോലെ തന്നെ അമേരിക്ക ഒക്കെ ഫെങ്ഷുയി അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക്, അതായത് കേരളത്തിലുള്ള ഈ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് ഒരു 5-2 കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ വീട് വന്ന് എന്റെ കണക്കെടുത്താലേ പറഞ്ഞുതരാൻ പറ്റൂ. നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും. കാരണം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്, 5-2 കോമ്പിനേഷൻ. ഇത് എല്ലാ വീടുകളിലും ഉണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ദിക്കിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബാധിക്കും. ഇത് നമുക്ക് പറയാൻ പറ്റൂല, ഇന്ന വീടിന്റെ ഇന്ന ദിക്കിൽ ഇതുണ്ടെന്ന് ഇവിടുന്ന് പറയാൻ പറ്റില്ല. അതാത് വീടുകളിൽ ചെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് കടബാധ്യതകൾ വരുന്ന വാസ്തുപ്രകാരം, ഫെങ്ഷുയി പ്രകാരം, ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ഉള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഒരു ബ്ലോഗിൽ തീരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇത് ഒരു പഗോഡ ടവറാണ്, എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയും. വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ മെച്ചമായിട്ട് പഠിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ദുഷിച്ച ശക്തികളെ വീട്ടിലേക്ക് കടത്തി വിടാതെ വീടിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ബാക്കോ മിററുകൾ നമുക്ക് വീടിന്റെ പ്രധാന വാതിലിന്റെ മുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ബാക്കോ മിറർ വെക്കുമ്പോൾ മറ്റൊരാൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ അതിൻ്റെ 2 ദിക്കുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഫ്യൂഡോഗിനെ സ്ഥാപിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇനി നമുക്ക് ചില സ്റ്റെയർ കേസുകൾ, ഇപ്പം ആന്റി ക്ലോക്ക് വൈസുള്ള സ്റ്റെയർ കേസുകൾ വാസ്തുപ്രകാരം നല്ലതല്ല. അത്തരം സ്റ്റെയർ കേസുകൾക്ക് പരിഹാരമായിട്ട് സ്വസ്തിക്കിന്റെ സിംബലുകൾ ഉപയോഗിക്കാം. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നിങ്ങളുടെ ഹാളിന്റെ അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിന്റെ വടക്ക് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.